ഫോർ കിഫ്ബി. കേരളത്തിൽ വ്യത്യസ്തമായ നിക്ഷേപ അനുഭവമാണ് കിഫ്ബി എന്ന റവന്യൂ മന്ത്രി കെ രാജൻ. ലോകത്ത് കേരളത്തിന് പുതിയ മുഖം സൃഷ്ടിക്കാൻ കിഫ്ബി വഴി സാധ്യമാകുമെന്നും കെ രാജൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 20 വർഷത്തിന് ശേഷം കേരളം എങ്ങനെയാണോ അത് 20 വർഷത്തിനു മുൻപേ പ്രാവർത്തികമാക്കുകയായിരുന്നു ലക്ഷ്യം. വിമർശകർ പോലും പദ്ധതിയുടെ ആവശ്യക്കാരും ഉപഭോക്താക്കളായും മാറി. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റോഡുകൾ, പാലങ്ങൾ ഉൾപ്പെടെയുള്ള സഞ്ചാരമാർഗങ്ങളിൽ വലിയ മാറ്റം കിഫ്ബി ഫണ്ടിലൂടെ നമുക്ക് ചെലവഴിക്കാനായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ വിലയുടെ 25% കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായിട്ടുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അതിനുവേണ്ടി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചത് കിഫ്ബിയുടെ ഫണ്ടാണ്. 6000 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് കൂടി വേഗതയിൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിവേഗം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി എന്ന് മാത്രമല്ല 2025 പൂർത്തിയാകുന്നതോടെ വടക്കു മുതൽ തെക്ക് വരെ കേരളത്തെ പൂർണ്ണമായും ബന്ധപ്പെടുത്തുന്ന ദേശീയപാതയുടെ വികസനം പൂർത്തിയാക്കും എന്ന നിലവാരത്തിലേക്ക് വരാൻ കഴിഞ്ഞത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞ സംഖ്യയാണ്. ഭൗതിക സാഹചര്യങ്ങളിലെ മാറ്റം റോഡുകളിലും പാലങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല. കിഫ്ബിയുടെ സഹായത്തോടു കൂടി നമ്മൾ പണിതു തീർത്ത സ്കൂളുകൾ, കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രം ലഭ്യമായിരുന്ന ലബോറട്ടറി സൗകര്യങ്ങൾ, പാഠ്യേതര വിഷയങ്ങളുടെ പ്രത്യേകതകൾ, ഓഡിറ്റോറിയം, അത്യാധുനികമായിട്ടുള്ള ക്ലാസ് മുറികൾ, 44,000-ലേറെ ക്ലാസ് മുറികൾ തന്നെ സ്മാർട്ടാക്കി കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട്. സ്കൂളുകളുടെ കാര്യത്തിൽ പറയുകയും വേണ്ട. മണ്ഡല വികസനത്തിലും കിഫ്ബി വഹിച്ച പങ്ക് ചെറുതല്ല. എൻ്റെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം, ഇനി അവിടെ സർക്കാർ റോഡുകളിൽ BMBC ആക്കാനുള്ള റോഡുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് വരാൻ പോകുന്നത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പുത്തൂർ ലോകം തന്നെ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു സുവോളജിക്കൽ പാർക്കായി മാറുന്നതിൻ്റെ ഒരേ ഒരു ഉത്തരവാദിത്വം കിഫ്ബിക്ക് മാത്രമാണ്. കിഫ്ബി പദ്ധതികൾ എല്ലാവർക്കും ഗുണം മാത്രം. കേരളം മറ്റൊരു കേരളമായി മാറി. ഒരുപക്ഷെ വിദേശത്തൊക്കെ പോയി തിരിച്ചു വരുന്ന ആളുകൾക്ക് ഒരു 2 വർഷക്കാലത്തിനിടയിലുള്ള ഇടവേളയിൽ നാട്ടിലേക്ക് ഓടി വന്നപ്പോൾ നാടു തന്നെ മാറുന്ന വിധത്തിൽ, അത് ഒരു നാടിൻ്റെ കഥയല്ല, നാടുകളുടെ കഥയാണ്, ഗ്രാമങ്ങളുടെ കഥയാണ്, കേരളത്തിൻ്റെ ആകെ കഥയാണ്. ആ വിധത്തിലുള്ള കേരളത്തിൻ്റെ മാറ്റമാണ് കിഫ്ബിയിലൂടെ നമ്മുടെ നാടിന് കാണാൻ പറ്റിയത്.